ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരള പളനി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിൽ എരുത്താവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര സന്നിധിയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന് ഞാനും അവിടെ പോയിരുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഷഷ്ടിയാണ്. അപ്പോൾ ഷഷ്ടി ദിവസം ധാരാളം ഭക്തജനങ്ങൾ വന്ന് എത്തുന്ന ഒരു ദിവസമാണ്. അപ്പം ഇന്ന് ആ ഷഷ്ടി വ്രതമായിട്ട് ഞങ്ങൾ പോയി. അപ്പം നിങ്ങൾക്ക് കൂടി ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അകത്തേക്ക് മൊബൈൽ പ്രവേശിക്കാൻ പറ്റില്ല. നമുക്കതിൻ്റെ ചുറ്റും ഒക്കെ കണ്ടിട്ട് വരാം. ഇത് വളരെ കുഞ്ഞു ക്ഷേത്രമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ കുഞ്ഞു ക്ഷേത്രമായിരുന്നു. അപ്പം ഞാൻ മിക്കവാറൊക്കെ ഇവിടെ വരുമായിരുന്നു. ഇപ്പം അതിവിപുലമായ രീതിയിൽ അത് വലുതാക്കിയിട്ടുണ്ട്. ശരിക്കും പുരോഗമിച്ചിട്ടുണ്ട്. നല്ല രീതിയിലാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ വന്ന് നിന്നാൽ പോലും അതിൻ്റെ കാഴ്ചകൾ കാണാൻ തന്നെ അതിമനോഹരമാണ്. നമുക്കിവിടെ ഇത് നവഗ്രഹ പ്രതിഷ്ഠയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ ആ സീനറീസും ആ മലകളും അതെല്ലാം കാണാൻ വളരെയധികം ഭംഗിയാണ് കേട്ടോ. നമുക്ക് എത്ര ഇവിടെ നിന്നാലും നമുക്ക് മതിയെ വരില്ല. അത്രയും മനോഹരമായ സ്ഥലമാണ് ഈ എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പരിസരവും ക്ഷേത്രവും എല്ലാം. അപ്പോൾ എല്ലാം ഒന്ന് കാണാം. നമുക്ക് ചുറ്റും ഓടി നടന്നിട്ട് വരാം. കണ്ടില്ലേ, ഇവിടെ 2-3 പാറകളുണ്ട്. ആ പാറയുടെ മുകളിലാണ് വാട്ടർ ടാങ്കൊക്കെ വച്ചേക്കുന്നത്. കണ്ടോ, നല്ല ഏരിയയാണ് കേട്ടോ. അതൊക്കെ ഇവിടെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി നാളായി വന്നു. ഇന്ന് വന്നപ്പോൾ എനിക്ക് അതൊരു വീഡിയോ എടുക്കണമെന്നും അത് നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്നും വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതാരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും ഫുള്ളായിട്ട് കാണണം. മിക്കവാറും പേർക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. എന്നാലും ഇതെല്ലാവരും കാണണം. കണ്ട് എനിക്ക് പ്രോത്സാഹനം തരണം. ഇത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി കണ്ട് നമുക്ക് വരാം. ഇത് നാഗരുടെ സ്ഥലമാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട്. നമുക്ക് അർച്ചനയ്ക്കൊക്കെ എടുക്കുന്ന കൗണ്ടറൊക്കെ അവിടെയാണ് ഇരിക്കുന്നത്. ഇത് കൊടിമരത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ മാത്രമേ മൊബൈൽ കൊണ്ട് നടക്കാവൂ. അകത്തോട്ട് ഒട്ടും അനുവദനീയമായില്ല. ബാഗ് പോലും അകത്ത് കൊണ്ടുപോകാൻ പാടില്ല. ഇവിടെ കൂടിയാണ് അകത്ത് പ്രവേശിക്കേണ്ടത്. ഇത് ഭക്തജനങ്ങൾ, അതായത് ഷഷ്ടി വ്രതക്കാർക്ക് അന്നദാനം ഉണ്ട്. അപ്പോൾ വ്രതം എടുത്ത് ഇവിടെ വന്ന് ഇവിടുന്ന് പൂജ കഴിഞ്ഞ് തീർത്ഥം കഴിച്ചതിന് ശേഷം ഇവിടുന്നുള്ള അന്നദാനം കഴിച്ചിട്ടാണ് എല്ലാ ഭക്തജനങ്ങളും പോവാറുള്ളത്. അപ്പോൾ അന്നദാനത്തിന് വേണ്ടിയുള്ള ക്യൂ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ പൂജയെല്ലാം കഴിഞ്ഞു. അടുത്ത അന്നദാനത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇതിലൊരു കുറച്ച് കാര്യമുണ്ട്. ഇവിടെ മയിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ മയിലിനൊന്നും കാണാനില്ല. കണ്ടില്ല, എന്താണെന്നറിയില്ല. പിന്നെ ഇപ്പം ഒരുപാട് ഈ കുരങ്ങന്മാരുണ്ട്. കുട്ടിയും കുഞ്ഞും എല്ലാം ആയിട്ട് ഒത്തിരി കുരങ്ങന്മാരുണ്ട്. ഇന്ന് ഞാൻ വന്നപ്പോൾ നമ്മളെ സ്റ്റെപ്പ് കയറുന്നിടത്ത് ഒരു 8-10 കുരങ്ങുകളുണ്ടായിരുന്നു. അതും കൂടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ പിന്നെ ഒന്നുണ്ട്, അതും കൂടി കാണിച്ചു തരാം. പിന്നെ വന്നപ്പോൾ അത് പോയി കഴിഞ്ഞു. അതിന് കടലകളൊക്കെ ഭക്തജനങ്ങൾ കൊണ്ടിട്ട് കൊടുക്കും. അതൊക്കെ കഴിച്ച് മരങ്ങളിൽ കയറി എവിടെയെങ്കിലും മാറി ഒക്കെ നിൽക്കുന്നുണ്ട്. അത് ഇതിൽ കൂടി ഉണ്ട്. നല്ല തിരക്കാണ്. ക്യൂ നിന്ന് കഴിച്ചിട്ടേ ആൾക്കാർ പോവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പൊതിച്ചോറുണ്ട്, അത് വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിക്കാം. അങ്ങനെ കഴിക്കണമെന്നവർക്ക് അങ്ങനെ കഴിക്കാം. ഇവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് നല്ല വിശാലമായ ഹാൾ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം ഇരുന്ന് കഴിക്കാം. കണ്ടില്ലേ, ഇതാണ് കുരങ്ങന്മാർ. ഒത്തിരി പേരുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് മാറിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ല. ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഹായ്.